ആരാ വിളിച്ചത്? ആരായിരിക്കും എന്നെ ഏറ്റവും കൂടുതൽ വിളിച്ച് ശല്യം ചെയ്യുന്നത്? റോസ് ചേച്ചി. ഓ, ചുമ്മാ നല്ല ചുമച്ചത്. എന്തു പറ്റി? ഇന്നലെ വിളിച്ച് കറണ്ട് അടയ്ക്കാനുള്ള പൈസ ഇട്ട് കൊടുത്തു. ഞാൻ 24 മണിക്കൂർ അങ്ങ് പണിഞ്ഞോണ്ടിരിക്കുവാണ്. ഈ നിങ്ങൾ വിളിക്കുമ്പോ ഒന്ന് പറയണം, വല്ലപ്പോഴും പണിയുള്ളൂ. പണിഞ്ഞെന്റെ ഇന്നെന്തിനാ വിളിച്ചത്? ഇന്ന് വിളിച്ച് എവിടാ എന്തോ ഏതാന്നൊക്കെ മാത്രമേ ചോദിച്ചുള്ളൂ. തീരെ വയ്യാന്ന് പറഞ്ഞു. അതിന്റെ ഇടയ്ക്കടെ പൈസയുടെ കാര്യം അവള് ചോദിച്ചു. അവനൊരു വീടാകുമ്പോ പിന്നെ ചെലവില്ല ചാച്ചാ? ഡെയിലി വീട്ടിൽ ചെലവ് വരുമോ? ചെലവില്ല. സാധനങ്ങൾ മേടിക്കാൻ നോക്കെ ഡെയിലി വീട്ടിൽ പൈസക്ക് ആവശ്യം. പിന്നെ പൈസ വേണ്ടേ? ഞാൻ 500 രൂപ മാറി എന്തിനുണ്ട് ഇപ്പം? ഒരു മീൻ മേടിക്കണതിന് കൊടുക്കണമല്ലോ 300 രൂപ. 300 രൂപയുടെ മീൻ വേണ്ട, 100 രൂപയുടെ മീൻ മേടിച്ച് കഴിച്ചാൽ മതി. അയ്യോ 100 രൂപയ്ക്ക് ഇരിക്കണം മീൻ. ഞാൻ ചോട്ടെ, ലില്ലിപ്പണ്ണി ഇതേപോലെ കനാൻ വെച്ചപ്പോ പൈസയുടെ കാര്യം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്ന ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ബുദ്ധിമുട്ടിക്കാത്തൊന്നുമില്ല. എന്റെ പൈസ ഉള്ളപ്പോ എന്റെ ഉണ്ടല്ലോ, അപ്പൊ ഞാൻ എടുക്കും. എന്റെ ഇല്ലാത്തപ്പോ ഞാൻ ഏറ്റെടുത്ത് ചോദിക്കും. ഇത് ഡെയിലി 1000 1500 വെച്ച് ഇട്ട് കൊടുക്കെങ്കിൽ പിന്നെ ഞാൻ ആരായിരുന്നു? സൗദി ഷെയ്ഖിന്റെ മോനാ? ഡെയിലി 1500 രൂപ വെച്ചിട്ട് കൊടുക്കണ്ട. അപ്പൊ അതിന് മാത്രം അത്യാവശ്യമൊന്നും അവിടെ ഇല്ല. ഇച്ചിരി പഞ്ചാരൊക്കെ ഇടാണേ, എനിക്ക് ഷുഗർ ഒന്നും ഇല്ല. നല്ല മധുരം ഇട്ടിട്ടാണ് ഞാൻ. ഈ ഷുഗർ ഉള്ളവർക്ക് അതൊന്നും മനസ്സിലാവാത്തത്. അച്ചായ ഉള്ളായിരുന്നു. ഉടങ്ങാണ്ട് വന്നിന്നവിടെ വിളിച്ചത്. എനിക്കില്ലേ സങ്കടം, എനിക്കില്ല ആഗ്രഹങ്ങള്. ഞാൻ എന്തോരം ആഗ്രഹിച്ചിട്ടാ വന്നത്. ഒരു ഭാര്യ ഒരു ഭർത്താവിനെ വിളിക്കുമ്പോ ഇങ്ങനെയാണോ പറയണ്ടേ? എന്നോട് എന്താ പറഞ്ഞെന്നറിയാം, പനിയാണ് ചുമയാണെന്നൊക്കെ. എന്നിട്ട് ഇവിടെ വന്ന് നോക്കിയപ്പോ ഒരു പ്രശ്നവും ഇല്ല. എന്നെ ഒഴിവാക്കാൻ വേണ്ടിട്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത്. എനിക്കറിയാം ഞാൻ ഭയങ്കര കുഴപ്പമായിരുന്നെന്ന് എനിക്കറിയാം. ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ ചെയ്തിട്ടുമുണ്ട്. പക്ഷെ ഒരു പ്രാവശ്യമെങ്കിലും എന്നെ നന്നായി അംഗീകരിച്ചുകൂടെ നിങ്ങൾക്ക്? റൊണാൾഡേ എന്തുവാണ് റൊണാൾഡേ? നിക്കാൻ വേണ്ടി വന്നതല്ലേ? സംഗതിട്ടത് എന്തറിഞ്ഞിട്ടായി പറയുന്നത്? ഈ പൂങ്കണ്ണീരൊക്കെ കെട്ടിയ അന്ന് മുതൽ ഞാൻ കാണാൻ തുടങ്ങിയതാ. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കത്തില്ല. നിങ്ങൾ ചിലപ്പോ മയങ്ങിപ്പോ. എപ്പോഴും മനുഷ്യന് ഒരുപോലെ ആവണമെന്നുണ്ടാ? മാറ്റമൊക്കെ വരും. ഇതാ ഞാൻ പറഞ്ഞ, അവിടെ അമ്മച്ചി എന്നെ വിശ്വസിക്കത്തില്ല. ഞാൻ എന്തെല്ലാം പറഞ്ഞാലും ആരും എന്നെ വിശ്വസിക്കത്തില്ല. കരയാതെ റോസ്മേരി കരയാതിരിക്കേ. ഇങ്ങോട്ട് നോക്കിയേ. എടാ റൊണാൾഡേ, നീ എന്താന്ന് വെച്ചാൽ വർത്തമാനം പറഞ്ഞ അവളോട്. നീ വായിക്കാത്ത കോഴിക്കോട്ടെ വെച്ചോണ്ടിരിക്കണേ. എന്തി കരയണ്ടെന്ന് പറയാൻ പാടില്ലേ? പെട്ടെന്നൊരു മാറ്റം, അതെനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതങ്ങനെ ഞാൻ വിശ്വസിക്കൂന്നില്ല. അങ്ങനത്തെ അടുത്ത് ഇതാണ് കുഴപ്പം, ഇതാ കുഴപ്പം. അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കണ്ടേ ചേച്ചി? എന്തുവാണ് നിങ്ങൾക്ക് അത്ര വിശ്വാസം ഇല്ലെങ്കിൽ രണ്ട് വഴിക്ക് പോ. അവക്കൊരാഗ്രഹമില്ല. എന്നും കുന്നും അവള് കൊടങ്ങാവേളയിൽ നിൽക്കാണ്. നിന്റെ അടുത്ത് വരണമെന്ന് തോന്നി വന്നതിന് സത്യമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ റോസ് ചേച്ചി ഇങ്ങനെ കരയണ കാണുന്നത്. ഇത് ശരിക്കും നെഞ്ച് പൊട്ടിയുള്ള കരച്ചില്ല. കരയാതെ സാരില്ല. എല്ലാം സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നിങ്ങളെ ആരെങ്കിലും ഭർത്താക്കന്മാർ ഇങ്ങനെ മാറി വയ്ക്കുന്നുണ്ടോ? ഞാൻ അതെല്ലാം സഹിക്കുന്നില്ലേ? എത്രയോ ഭർത്താക്കന്മാര് ഭാര്യമാരെ നാട്ടിലെടുത്ത് ഗൾഫിലും അവിടെ ഇവിടെ എല്ലാം ജോലി ചെയ്യുന്നു. അവരുടെ ഭാര്യമാരെല്ലാം നാട്ടിൽ നിന്ന് കരയെ ചെയ്യ എന്ന് വെച്ച് കുഞ്ഞമ്മച്ചിനെ പോലത്തെ ഒരാളാണോ വീട്ടിലുണ്ടാവുന്നത്? എല്ലാവരുടെ വീട്ടിലും അവൾ അത് സഹിച്ച് അവിടെ നിൽക്കണില്ലേ? ഞങ്ങൾ എപ്പോഴും പറയും റോസ് ചേച്ചി പോന്ന്, പക്ഷെ പോവണ്ടേ? അതെനിക്ക് ഇവിടെ പണി, എന്റെ പ്രസ്ഥാനങ്ങളൊക്കെ ഇവിടെ കിടക്കുമ്പോൾ എനിക്ക് അങ്ങനെ വാരി കിട്ടി. നീ ഇപ്പൊ എന്തിനാ നുണ പറഞ്ഞത്? നീ പനിയായിട്ട് കിടക്കുവായിരുന്നു. എന്നെ ഒഴിവാക്ക. അങ്ങനെ ഇവിടെ നുണ പറഞ്ഞതോ? ഇവിടെ ഇങ്ങോട്ട് വരുമെന്ന് എന്റെ അടുത്ത് എന്തുകൊണ്ടത് പറഞ്ഞില്ല? ഞാൻ ആ വീട്ടു പഠിക്കലെത്തി. ഇങ്ങോട്ട് വരുവാനും പറഞ്ഞില്ലായിരിക്കും, പക്ഷെ ഇങ്ങോട്ട് തന്നെയല്ലേ വന്നത് അല്ലേ? അതൊന്നല്ല, ഞാൻ വരാന്ന് പറഞ്ഞു ഇവിടുന്ന് മുങ്ങും. എനിക്കതറിയാം. എന്തൊരു കഷ്ടമാണ് റൊണാൾഡോ. അതെ, വരുമെന്ന് പറഞ്ഞാൽ എന്തായാലും മുങ്ങും. മതി. എനിക്ക് നന്നാവാൻ ഒരവസരം തരാനെന്ന് പറ. ഞാനിനി എന്തെങ്കിലും തെറ്റ് ചെയ്യുവാണെങ്കിൽ ഇനി അച്ഛൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഞാൻ പൊയ്ക്കോളാം. സമാധാനായിട്ട് മതി. വഴക്കൊന്നും പിടിക്കല്ലേ? ചെല്ലു ബാഗ് കൊടുത്തു. കരച്ചില് കണ്ടിട്ട് നല്ല സങ്കടമുള്ള പോലെ തോന്നുന്നു.